ഹരിപ്പാട് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ KSEBക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്ന റിപ്പോർട്ട്. സ്റ്റേ വയർ പൊട്ടിയതല്ല, അജ്ഞാതർ ഊരിവിട്ടതാണ് എന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. KSEB സേഫ്റ്റി ഓഫീസറുടേതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, എന്താണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ? ദിവീഷ് പറഞ്ഞതുപോലെ KSEBയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് KSEBയുടെ പ്രാഥമികമായ റിപ്പോർട്ട്. ഇന്നലെ വിദഗ്ധ ഉദ്യോഗസ്ഥർക്ക് അവിടെ സന്ദർശിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് സന്ദർശിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ആലപ്പുഴയിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ അവിടെ സന്ദർശിച്ച ശേഷമായിരിക്കും വിശദമായ അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് നൽകുക. എന്തായാലും വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. പ്രത്യേകിച്ച് BJP അത് രാഷ്ട്രീയമായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ അല്പസമയം മുമ്പ് പള്ളിപ്പാട് KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മൃതദേഹവുമായി അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം ഈ സമയത്തോടു കൂടിയാണ് പാടശേഖരത്തെ ജോലി കഴിഞ്ഞ് ബണ്ടിലേക്ക് കയറിയത്. അതായത് പാടശേഖരത്തിൽ നിന്ന് മുകളിലേക്ക് കയറിയ വീട്ടമ്മയ്ക്ക് ഷോക്കേറ്റത്. 2 പേർക്കാണ് ഷോക്കേറ്റത്, സരളയും ലതയും. ഇതിൽ ലതയ്ക്കാണ് ആദ്യമേ ഷോക്കേക്കുന്നത്. ലതയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ സരളയ്ക്ക് ഷോക്കേൽക്കുകയും സരള സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയുമായിരുന്നു. ലത വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സംഭവത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് അവിടെ സ്റ്റേ വയറിനോട് ചേർന്ന് വളരെ താഴ്ന്ന് പോസ്റ്റിൽ ഒരു ഫ്യൂസ് കെട്ടിയിരുന്നു. ആ ഫ്യൂസിൽ നിന്ന് ഈ സ്റ്റേ വയർ പിടിച്ചപ്പോൾ ആട്ടമുണ്ടായി. ഫ്യൂസിൻ്റെ മുകൾ ഭാഗം തെറിച്ച് അകത്ത് നിന്ന് ഷോക്ക് ഏൽക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ KSEB ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ സ്റ്റേ വയർ ആരോ ബോധപൂർവം ഇളക്കിയിരുന്നു. അങ്ങനെ കാറ്റിൽ ഈ ഫ്യൂസ് മാറി ഫ്യൂസിൽ നിന്ന് സ്റ്റേ വയറിലേക്ക് വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഷോക്കേറ്റത് എന്നുള്ളതാണ് KSEBയുടെ വിശദീകരണം. ശരി. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഈ സംഭവത്തിൽ വിശദമായി അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സേഫ്റ്റി കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവിടെ കോൾ നിലവാണല്ലോ, ആ വയറിനെ അഴിച്ചുവിട്ടു. സ്റ്റേ വയറിനെ അഴിച്ചുവിട്ടപ്പോൾ അത് തൊങ്ങുമ്പോൾ അപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തറിയോ, അതിൽ പിടിച്ച് വരമ്പിൽ കയറി. അങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് അവർ പ്രാഥമിക റിപ്പോർട്ട്. ഇതാരാ അഴിച്ചുവിട്ടതെന്ന് അറിയില്ല. എന്തായാലും സേഫ്റ്റി കമ്മിറ്റി അന്വേഷിച്ചിട്ട് എവിടെയെങ്കിലും വീഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിർവഹിക്കും. അഴിച്ചുവിടുന്നത് LCT ബോർഡല്ലല്ലോ, ആരോ അഴിച്ചുവിട്ടല്ലോ, ഒരു ശല്യമാണ് പറഞ്ഞിട്ട്. സേഫ്റ്റി കമ്മിറ്റി അന്വേഷിച്ചിട്ട് ഒരു കരുണയും കാണിക്കില്ല. തീർച്ചയായിട്ടും ആരാണോ കുറ്റക്കാർക്കെതിരായ നടപടിയെടുക്കുക.